എല്ലാവർക്കും നമസ്കാരം. വളരെ വേദനാജനകമായിട്ടുള്ളൊരു സംഭവമാണ് ഇപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. കോടശ്ശേരി പഞ്ചായത്തിലെ 15-ാം വാർഡിൽ കമ്മളം എന്ന് പറഞ്ഞ സ്ഥലത്ത് പാലപ്പെട്ടി ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവമാണ് ഇന്ന്. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഇന്ന് കാലത്ത് മുതലേ തുടങ്ങി. കാലത്ത് ഏകദേശം ഒരു 7:15 കൂടി ഇവിടെ ഒരു ചന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി വരികയും അദ്ദേഹം വരുന്ന സമയത്ത് തന്നെ കയ്യിൽ കന്നാസ് ഉണ്ടായിരുന്നു. കന്നാസിൽ പെട്രോളുമായിട്ടാണ് വരുന്നത്. ഒരു കയ്യിൽ ലൈറ്ററും ഉണ്ടായിരുന്നു. ഈ കന്നാസിൽ പെട്രോൾ ഉണ്ടായിരുന്നു. പെട്രോൾ ഉൾപ്പെടുന്ന കന്നാസ് നേരെ ക്ഷേത്രത്തിനകത്ത് കയറുകയും ക്ഷേത്രത്തിൻ്റെ നടയിൽ വെച്ചിട്ട് ഈ കന്നാസിലുള്ള പെട്രോൾ ദേഹത്തേക്ക് ഒഴുകുകയും ലൈറ്റ് എടുത്ത് കത്തിക്കുകയും ചെയ്തു. ഈ ആളി പടർന്നു. ദേഹത്തിൻ്റെ തീ കെടുത്താൻ വേണ്ടി അവിടെ കൂടി നിന്നവർ ദേഹത്തെ പൊതിയുകയും അവർക്കും പൊള്ളലേറ്റു. ഇപ്പോൾ 2 പേര് ആശുപത്രിയിലാണ്. ഒന്ന് ഈ ചന്ദ്രൻ എന്ന് പറയുന്ന ആൾ വയറ്റിലെ വെൽനസ് ഹോസ്പിറ്റലാണ്. ഏകദേശം 50% പൊള്ളലേറ്റു. സെൻറ്റ് ജെയിംസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് വെൽനസിലേക്ക് റെഫർ ചെയ്യായിരുന്നു. പിന്നെ ഒരു അനിലൻ എന്ന് പറയുന്ന പൊള്ളലേറ്റിട്ടുണ്ട്. അനിലിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയിട്ടുള്ളതെന്ന് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ മെമ്പർ ഉൾപ്പെടെയുള്ള ആളുകളെന്ന് അറിയാൻ സാധിച്ചത് ഈ ക്ഷേത്രം വളരെ നല്ല രീതിയിൽ ഇവിടെ ഉത്സവം നടന്നു പോകുന്ന സ്ഥലമാണ്. പ്രതിഷ്ഠ നടന്നിട്ട് അധികം വർഷങ്ങളായിട്ടില്ല. ഇവിടെ ഈ വേലു എന്ന് പറയുന്ന ഒരു പൂജാരി ഉണ്ടായിരുന്നു. ആ പൂജാരി മരിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ അധികാരങ്ങളും മറ്റു കാര്യങ്ങളും മകൻ ഏറ്റെടുത്തു. അനിലൻ എന്ന് പറയുന്ന മകൻ ഏറ്റെടുത്തു. പക്ഷേ ഈ വേലുവിൻ്റെ അനുജനായിട്ടുള്ള ചന്ദ്രൻ ഇപ്പോൾ ഈ ആത്മഹത്യക്ക് ശ്രമിച്ച ഈ ചന്ദ്രൻ എന്ന് പറയുന്ന ആൾ അതുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ ഉന്നയിച്ചു. ഇവിടെ ഉത്സവങ്ങൾ നടക്കുമ്പോൾ അദ്ദേഹം വന്ന് തർക്കങ്ങൾ നടത്താറുണ്ട്. പക്ഷേ ഇത് പുറത്തേക്ക് ആരും അറിഞ്ഞിരുന്നില്ല. ഇതിനെ തുടർന്നാണ് ഇന്ന് ഈ പ്രശ്നങ്ങൾ അവസാനിക്കപ്പെട്ടിരുന്നില്ല. ഇന്ന് കാലത്ത് വീണ്ടും ഈ ചന്ദ്രൻ കന്നാസിൽ പെട്രോളുമായിട്ട് വരികയും ക്ഷേത്രത്തിനകത്ത് വെച്ച് ഈ പെട്രോൾ ദേഹത്തേക്ക് ഒഴിക്കുകയും തീ കൊടുക്കുകയും ചെയ്തത്. ഇപ്പോൾ ഈ അനിലൻ എന്ന് പറയുന്ന ആൾക്കും അതുപോലെ ചന്ദ്രനും ഗുരുതരമായിട്ടുള്ള പൊള്ളലേറ്റിട്ടുണ്ട്. ബാക്കിയുള്ളവർക്ക് അത്ര പൊള്ളലേറ്റില്ല. 5 പേർക്കാണ് ആകെ പൊള്ളലേറ്റിട്ടുള്ളത്. എന്തായിരുന്നാലും വളരെ ദാരുണമായിട്ടുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ ഈ കമ്മളത്ത് നിന്നും നിങ്ങളെ അറിയിക്കുന്നത്. താഴൂർ ഭാഗത്തുനിന്ന് വരികയാണെങ്കിൽ തെക്കോട്ട് പോകുമ്പോൾ പരിയാരം വഴിയിലേക്ക് പോകുമ്പോൾ താഴൂർ പരിയാരം വഴിയിലുള്ള ഒരു റൂട്ടിലാണ് കമ്മളം സെൻറ്റർ ഹൃദയഭാഗത്തായിട്ട് വരും. ചിറത്തുണ്ടെന്ന് പറയുന്ന ചിറക്കൽ അതിൻ്റെ അടുത്താണ് ഈ അമ്പലം, പാലപ്പെട്ടി അമ്പലം സ്ഥിതി ചെയ്യുന്നത്. വളരെ സൗമ്യപരമായിട്ട് നടത്തിപ്പോരുന്ന ഒരു അമ്പലമാണ്. ഈ പ്രദേശവാസികളെല്ലാവരും കൂടി പങ്കെടുക്കുന്ന ഒരു പൂജയും കൂടിയാണിത്. പിന്നെ അത് തന്നെയല്ല, ഇത് പ്രതിഷ്ഠ നടത്തിയിട്ട് 3 കൊല്ലമായിട്ടുള്ളൂ. ഇതിൻ്റെ അമ്പലം പണിത് പ്രതിഷ്ഠക്കായിട്ട് അത് കഴിഞ്ഞ് ഇപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ തന്നെ നടക്കായിരുന്നു. പക്ഷേ ആ കൊല്ലം തന്നെ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായി. അവിടെ ഇതിൻ്റെ മേധാവിത്വം ആർക്കാണ് എന്നതിനെ ചൊല്ലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അത് അവർക്ക് അവരുടെ മുൻ പൂജാരിയായിരുന്ന വേലു എന്ന് പറഞ്ഞ ആളുടെ മകന് മരിച്ചു കഴിഞ്ഞപ്പോൾ മകൻ സ്ഥാനം ഏറ്റെടുത്തു. പക്ഷേ അതിൻ്റെ ഈ മരിച്ച ആളുടെ അനിയന് വേണം എന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രശ്നം ഒന്നുണ്ടായി. അത് അവരുടെ ഇടയിൽ തന്നെ പരിഹരിച്ച മാതിരിയായിരുന്നു. പക്ഷേ പിന്നത്തെ കൊല്ലങ്ങളിലും ഇതേമാതിരി തന്നെ ബഹളങ്ങളൊക്കെ അവരുടെ ഉണ്ടായിരുന്നു. ഇത് പോലീസിലൊന്നും അവർ അറിയിച്ചില്ല. അത് ചെന്നൈമാർ തമ്മിലുള്ളതല്ലേ, അത് കാരണം അവർ തന്നെ തീരുമാനിക്കാനായിട്ടാണ്. അത് പരിഹരിച്ച മാതിരി തന്നെയായിരുന്നു. അതൊരു 7 മണി കഴിഞ്ഞു. ആ സമയത്തായിരുന്നു 7:15 കൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ ആളകത്ത് കയറി. അപ്പോൾ പറയുന്നത്, ഇപ്പോൾ ആ സീനൊന്നും ഞാൻ കണ്ടിട്ടില്ല. ആൾക്കാർ പറയുന്നത്, അവിടെയുള്ള സാക്ഷികൾ പറയുന്നത്, ഒരു ലൈറ്ററും കൊണ്ട് ഈ കന്നാസും കൊണ്ട് കയറി അവിടെ ചെന്ന് തലയിലേക്ക് ഒഴിച്ച് തീ കൊടുത്തു. കന്നാസിൽ എന്തായിരുന്നു? പെട്രോളായിരുന്നു. ഇവരെല്ലാവരും മുൻ വിചാരിച്ച എണ്ണയാണെന്ന്. അത് പകരത്തിന് പകരം ഹോമം കഴിക്കാൻ വന്നതായിരിക്കും എന്നുള്ള രീതിയിലാണ് കണക്കാക്കിയത് ആൾക്കാരൊക്കെ. അത് തീ കൊടുത്ത വഴി തന്നെ എല്ലാവരും കയറി പിടിച്ച് അതിനെ അണയ്ക്കാൻ നോക്കി. പക്ഷേ 3-4 പേർക്ക് അങ്ങനെ മൊത്തത്തിൽ പൊള്ളലേറ്റു. ഈ ചന്ദ്രൻ എന്ന് പറഞ്ഞ ആൾക്ക്, പെട്രോൾ കൊണ്ടുവന്ന ആൾക്ക് നന്നായിട്ട് പറ്റിയിട്ടുണ്ട്. ഒരു 60% ഡാമേജ് ആണെന്നാണ് അറിവ്. പിന്നെ അതിൽ അനിലൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പൂജ ചെയ്യുന്ന ആൾക്കും നന്നായിട്ട് പറ്റിയിട്ടുണ്ട്, വയറിൻ്റെ ഭാഗത്തൊക്കെ. ബാക്കി 2 പേർക്ക് അധികം കുഴപ്പമില്ല. 4 പേര് മൊത്തത്തിൽ ആശുപത്രിയിലാണ്. പിന്നെ ഇത് നല്ല രീതിയിൽ നടക്കുന്ന ഒരു പ്രതിഷ്ഠ തന്നെയാണത്. കാരണം ഇവിടുത്തെ സമീപവാസികളൊക്കെ ഇതിൽ പങ്കെടുക്കും ഇവരുടെ ഈ ഉത്സവത്തിൽ. ഇത് ഈ ചന്ദ്രൻ എന്ന് പറയുന്ന ആൾ മുൻപ് ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വന്നിട്ടുണ്ട്. ഈ ആൾ മരിച്ചതിന് ശേഷം അതിൻ്റെ അധികാരത്തിന് വേണ്ടിയിട്ട് ഇപ്പം അത് ഇന്നറിഞ്ഞ സംഗതിയാണ്. അത് ആരോടും പറഞ്ഞിട്ടില്ല. ഇവർ ചേട്ടനിമാരുടെ ഉള്ളിലാണല്ലോ, അത് അങ്ങനെ തന്നെ അമർത്തി വെച്ചേക്കായിരുന്നു. ഇപ്പോൾ അത് പ്രത്യക്ഷത്തിൽ പറഞ്ഞു അധികാരം വേണമെന്ന്. പക്ഷേ ഈ അധികാരത്തിന് വേണ്ടിയിട്ട് ഈ സമിതിയിലെ ഒരാൾക്കും ആളെ ഇതിൻ്റെ നേതാവ് ഇതായിട്ട് വെക്കാനായിട്ട് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ആത്മഹത്യ ചെയ്യുന്നുള്ള ഒരു ഇത്. വരുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു, എൻ്റെ കിഡ്നി രോഗമുണ്ട്, ഹാർട്ട് പ്രശ്നമുണ്ട്, ഞാൻ കുറച്ച് ദിവസത്തെ അതിഥിയാണ്, അതുകൊണ്ട് ഞാൻ മരിക്കാൻ തന്നെ തീരുമാനിച്ചു എന്നൊക്കെ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞു. അത്രയ്ക്കാണ് കേട്ടറിവ്. ആളുടെ വണ്ടി അവിടെ ഇരിക്കുന്നുണ്ട് ഇപ്പോഴും. ആളുടെ മകനും വന്നിരുന്നു. എങ്ങനെയായാലും ഈ ഒരു അധികാര തർക്കമാണ് ഇതിൻ്റെ പിന്നിലുള്ളതെന്നാണ് മനസ്സിലാക്കിയത്.